ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? ഇന്നത്തെ വീഡിയോ 12th കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ക്ലാസ് 12th ഫിസിക്സിലെ സെക്കൻഡ് ടേമിന്റെ സിലബസ്, അതുപോലെ ഡിലീറ്റഡ് പോർഷൻസ് ഓരോ ചാപ്റ്റേഴ്സിനും ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഏകദേശം ഒരു 50 to 60 ഡേയ്സിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് ടേം എക്സാം എഴുതേണ്ടി വരും. ഫസ്റ്റ് ടേം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ആലസ്യത്തിൽ ഇരിക്കാനുള്ള സമയമൊന്നും നമ്മുടെ ഇല്ല. അപ്പൊ കുറെ പേർക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റി കാണും, കുറച്ച് പേർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. സെക്കൻഡ് ടേമിന്റെ എക്സാമിന് നമുക്ക് അതൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ടേം 1 നന്നായി ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗിവ് അപ്പ് ചെയ്യുന്ന സമയമല്ല. 35 മാർക്ക് ഇപ്പോഴും നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയെങ്കിലും മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കണം അല്ലെ. ഫസ്റ്റ് ടേമിനെ അപേക്ഷിച്ച് സെക്കൻഡ് ടേമിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണെങ്കിൽ, ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആവാനാണ് ചാൻസ്. ഇൻ കേസ് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ CBSE നമ്മൾ നേരത്തെ തന്നെ അറിയിക്കുന്നു വിചാരിക്കാം. ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആവുമ്പോൾ നമുക്ക് ഈ ന്യൂമറിക്കൽസും ഡെറിവേഷൻസിനൊക്കെ സ്റ്റെപ്പിനൊക്കെ നമുക്ക് മാർക്ക് കിട്ടും. ഫൈനൽ ആൻസർ തെറ്റിപ്പോയാലും കംപ്ലീറ്റ് ആ ക്വസ്റ്റിന്റെ മാർക്ക് പോകുന്ന ഒരു അവസ്ഥ ഒബ്ജക്റ്റീവ് എക്സാമിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ടേം 2ലുള്ള ലെസൺസ് കുറച്ചും കൂടെ സ്മോളർ ചാപ്റ്റേഴ്സ് ആണ്, കുറച്ചും കൂടി ഈസിയർ ചാപ്റ്റേഴ്സ് ആണ്. ഒപ്റ്റിക്സ് മാത്രമേ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പഠിച്ചെടുക്കാനുള്ള സമയമുണ്ട്. ഇപ്പോഴേ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല മിടുക്കലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ടേം 2ല് നമ്മുടെ കരിക്കുലം നോക്കുവാണെങ്കിൽ സിലബസിനകത്ത് നമുക്ക് 7 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ടേം 1ല് നമ്മൾ 7 ചാപ്റ്റേഴ്സ് തന്നെയാണ് എഴുതിയത്. ടേം 2ലുള്ള 7 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, രണ്ടാമത്തേത് റേ ഓപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, തേർഡ് ചാപ്റ്റർ ഇസ് വേവ് ഓപ്റ്റിക്സ്. ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ബുക്കിലാണുള്ളത് അല്ലെ. 17 മാർക്കാണ് ഈ 3 ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് ആയിട്ട് വരുന്നത്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും റേ ഓപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററും വേവ് ഓപ്റ്റിക്സും കൂടെ ചേർന്ന് 17 മാർക്കാണ്. അപ്പൊ ഓൾമോസ്റ്റ് 35ല് പകുതി മാർക്കും ഈ 3 ചാപ്റ്റേഴ്സ് നിന്നാണ് വരാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ കുറേയേറെ ഡിലീഷൻ ഉണ്ട്. നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം മാത്രമേ കാര്യമായിട്ട് പഠിക്കാനുള്ളൂ. അതുപോലെ റേ ഓപ്റ്റിക്സിനും റിഫ്ലക്ഷൻ പോർഷൻ എല്ലാം ഡിലീറ്റഡ് ആണ്. വേവ് ഓപ്റ്റിക്സിലാണെങ്കിൽ പോളറൈസേഷൻ ഡിലീറ്റഡ് ആണ്. ഡിലീറ്റഡ് പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ള ചാപ്റ്റർ വൈസ് ഞാനൊന്ന് പറഞ്ഞു തരും ചെയ്യാം. അപ്പോൾ പഠിച്ചെടുക്കാൻ എളുപ്പമുള്ളതാണ്. 17 മാർക്ക്, അതായത് സെക്കൻഡ് ടേമിലെ ഓൾമോസ്റ്റ് 50% ഓഫ് മാർക്കും വരുന്നത് ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് എന്നാണ്. ഓക്കെ, ഇനി ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ, ഈ 3 ചാപ്റ്റേഴ്സിനും കൂടിയിട്ട് 11 മാർക്കും, സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ഒറ്റ ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കും. ഇങ്ങനെയാണ് നമ്മളുടെ 35 മാർക്ക് സെക്കൻഡ് ടേമിന് ഡിവൈഡ് ചെയ്ത് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിന് 17 മാർക്ക് ഉണ്ട്. അടുത്ത 3 ചാപ്റ്റേഴ്സിന് 11 മാർക്കാണ്. അത് 3 ചാപ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ ആറ്റംസ് ന്യൂക്ലിയസ് ഒക്കെ വളരെ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്, ഈസിലി സ്കോറിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. സെമി കണ്ടക്ടറിൽ നിന്ന് 7 മാർക്കാണുള്ളത്. ഇനി ഒരു ചാപ്റ്ററിൽ നിന്ന് ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് പറയുന്ന ടോപ്പിക് ഡിലീറ്റഡ് ആണ്. മാക്സ്വെൽസ് ഇക്വേഷൻസ്, ആ ഡിസ്പ്ലേസ്മെന്റ് കറന്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം ഡിലീറ്റഡ് ആണ്. നമുക്ക് കൂടുതലും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ സ്പീഡ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ട്രാൻസ്വേഴ്സ് നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, അതിലുള്ള ഓരോ വേവ്സിന്റെയും ഫ്രീക്വൻസി റേഞ്ച്, വേവ് ലെങ്ത് റേഞ്ച്, അതുപോലെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് യൂസസ് ഓഫ് ഈച്ച് ഓഫ് ദ വേവ്സ്. ഇതാണ് കൂടുതലായിട്ടും പഠിക്കാനുള്ളത്. ഒരു ടേബിളാർ ഫോമിൽ എഴുതി കഴിഞ്ഞ ഒരു 2 പേജിനകത്ത് നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനകത്ത് ഉള്ളൂ പഠിക്കാനായിട്ട്. റേ ഓപ്റ്റിക്സ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ബൈ സ്പെരിക്കൽ മിറേഴ്സ്, അതുപോലെ മിറർ ഫോർമുല, ഡിസ്പേർഷൻ ബൈ പ്രിസം, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, ഹ്യൂമൻ ഐ, ഇത്രയും ടോപ്പിക്സ് എല്ലാം റേ ഓപ്റ്റിക്സിന് ഡിലീറ്റഡ് ആണ്. അപ്പൊ റേ ഓപ്റ്റിക്സിൽ കൂടുതലായിട്ടും റിഫ്രാക്ഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ലെൻസസ്, അതുപോലെ റിഫ്രാക്ഷൻ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ഇങ്ങനെയുള്ള ടോപ്പിക്സ് എല്ലാം ആണ്. പിന്നെ റിഫ്രാക്ഷൻ ബൈ പ്രിസം പഠിക്കാനുണ്ട്. ഡിസ്പേർഷൻ ബൈ പ്രിസം ആണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, ഹ്യൂമൻ ഐ, ഇത്തരം കാര്യങ്ങൾ റേ ഓപ്റ്റിക്സിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വേവ് ഓപ്റ്റിക്സിലോട്ട് വരുവാണെങ്കിൽ റിസോൾവിംഗ് പവർ ഓഫ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഡിലീറ്റഡ് ആണ്. പോളറൈസേഷൻ ഓഫ് ലൈറ്റും ഡിലീറ്റഡ് ആണ് ഫ്രം ദ ലെസൺ വേവ് ഓപ്റ്റിക്സ്. ഇനി കമ്മിങ് ടു ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷനിൽ ഡേവിസൺ ജർമർ എക്സ്പെരിമെന്റ് ആൻഡ് അതിന്റെ എക്സ്പെരിമെന്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള തിയറി പോർഷൻ അതും കൂടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അത് ഡിലീറ്റ് ചെയ്യാൻ മാത്രമൊന്നും ഇല്ല, ചെറിയ ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ അതിന് പ്രത്യേകിച്ച് ഡിലീഷൻ ഒന്നും വന്നിട്ടില്ല ഇത്തവണത്തെ കരിക്കുലത്തില്. ന്യൂക്ലിയൈ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് ബൈൻഡിങ് എനർജി ഡിലീറ്റഡ് ആണ്. റേഡിയോ ആക്ടിവിറ്റിയുടെ സബ് ടോപ്പിക്സ് ആയിട്ട് വരുന്നതാണ് ആൽഫ ഡി കെ, ബീറ്റ ഡി കെ, ഗാമ ഡി കെ. ഇത്രയും കാര്യങ്ങൾ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. Coming to the last lesson, chapter number 14, semiconductors. Zener diode, special purpose junction diode nathu Zener diode exclude ചെയ്തിട്ട് ആണ് LEDs
സോളാർ സെൽസ് ഒക്കെ പഠിക്കാനുണ്ട്. പക്ഷെ സെനഡയോഡ് നമുക്ക് ഡിലീറ്റഡ് ആണ്. അപ്പൊ സെനഡയോഡ് പഠിക്കേണ്ടതില്ല. പിന്നെ ട്രാൻസിസ്റ്റേഴ്സ് ഇല്ല, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഗേറ്റ്സ്, ഇത്രയും കാര്യങ്ങളൊന്നും സെമി കണ്ടക്ടേഴ്സിൽ നമ്മൾ പഠിക്കേണ്ടതില്ല, അതും ഡിലീറ്റഡ് ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് സിലബസിനെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നിങ്ങളുടെ കയ്യിൽ 50 days മാത്രമേ, 50 to 60 days മാക്സിമം മാത്രമേ സെക്കൻഡ് ടേം എക്സാമിന് മുന്നേ ആയിട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ധാരണയിൽ തന്നെ പഠിച്ചു തുടങ്ങുക. നല്ല മെഡിക്കലായിട്ട് പഠിക്കുക, ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഒക്കെ ഉണ്ടാക്കുക, എങ്ങനെയാണ് നമുക്ക് ഓരോ ദിവസങ്ങളും യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാനറിന്റെ ആവശ്യമുണ്ട്, എന്റെ ഹെൽപ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു വൺസ് അഗെയിൻ ഫോർ വാച്ചിങ് മൈ ടുഡേസ് വീഡിയോ. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.